പെട്ടെന്ന് കരയുന്ന ആളുകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മിണ്ടിയ കരയുന്ന ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊരു തൊട്ടാവാടി ആയതുകൊണ്ടാണ്, മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. നമുക്ക് ഹൈലി ഇൻറ്റൻസ് ആയിട്ട് ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. മറ്റുള്ളവരെയൊക്കെ വേഗത്തിൽ വികാരങ്ങൾ നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സാവുകയാണ്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ വളരെയധികം എംപത്തറ്റിക് ആയിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളെപ്പോലെ കാണാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അതൊരു നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ ഹൈലി എംപത്തറ്റിക് ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. ഒരു സിനിമയിലെ ദുഃഖരംഗം കാണുമ്പോൾ, അല്ലെങ്കിൽ കൂടെയുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർക്കാണെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വിഷമം പോലെ കണ്ട്, നമ്മുടെ അനുഭവം പോലെ കണ്ട് നമുക്ക് കരയാനും പറ്റുന്നത്, അങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ അത്രയും എംപത്തറ്റിക് ആയ ഒരാളായതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹവും കരുണയും ഒക്കെയാണ് കരച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് അതിനെ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് ട്രിഗർ ആവുന്നത്, പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. ചിലപ്പോൾ അവർ കരയുന്നത് അപ്പം ഉണ്ടായ സംഭവത്തിനായിരിക്കില്ല, അതിനു മുമ്പേ ഒരുപാട് വിഷമങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ ബോട്ടിലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി പെട്ടെന്ന് ട്രിഗർ ആകുമ്പോൾ അങ്ങ് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ കരഞ്ഞ് നമ്മൾ പുറത്തേക്ക് കളയുന്നത് വളരെയധികം നല്ല കാര്യമാണ്. കാരണം നമ്മുടെ സ്ട്രെസ്സാണ് അതിലൂടെ പുറത്തേക്ക് പോകുന്നത്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ നാച്ചുറലായിട്ട് പുറത്തേക്ക് കളയുന്നതിനുള്ളൊരു വഴിയാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ഈ പെട്ടെന്ന് കരയുന്ന ആളുകൾ വളരെയധികം ഓതൻറ്റിസിറ്റി ഉള്ള ആളുകളായിരിക്കും, വളരെ ആത്മാർത്ഥതയുള്ള ആളുകളായിരിക്കും. അവരൊരിക്കലും മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ആളുകളായിരിക്കില്ല. അവരുടെ ഉള്ളിലുള്ള വിഷമം അതേപോലെ, വികാരം അതേപോലെ പുറത്തേക്ക് വരുന്നതാണ്. അല്ലാതെ അവർക്ക് ആളുകളുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ അറിയാത്ത ആളുകളായിരിക്കും പെട്ടെന്ന് വിഷമം വരുന്നതും കരയുന്നതും. വളരെയധികം ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് കരയുന്ന ആളുകൾ. അവർ എല്ലാ ബന്ധത്തിലും വിശ്വസ്തരായിരിക്കും, ആത്മാർത്ഥതയുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്താനും ഒക്കെയുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയ ആളുകളാണ് എന്ന് പറയുന്നു. പിന്നെ ചില ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും ആളുകൾക്ക് പെട്ടെന്ന് കരയാറുണ്ട്. ഹയർ പ്രൊലാക്റ്റിൻ ലെവലൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് കരയുന്ന ആളുകളാണ് എന്ന് പറയുന്നു. അത് ബയോളജിക്കലായിട്ടുള്ള റീസണാണ്. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് എൻവയോൺമെൻറ്റും ഇതിനൊരു കാരണമാണ്. വിഷമം വരുമ്പോൾ കരയാനൊക്കെ വളരെയധികം ഫ്രീ ആയിട്ട് അനുവദിക്കുന്ന ഒരു ബാല്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവർ വലുതാവുമ്പോഴും അങ്ങനെ കരഞ്ഞിട്ട് അവരുടെ വിഷമം പുറത്ത് കളയുന്ന, അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി തുടരാനുള്ള സാധ്യതയുണ്ട്. ചെറുപ്പത്തിൽ കരയുന്നതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വലുതാവുമ്പോഴും അത് കരച്ചിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ഇമോഷൻസ് മറ്റുള്ളവരെ കാണിക്കുന്നത് എന്തോ തെറ്റാണ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആളുകൾ കരയുന്നതിനുള്ളൊരു കാരണമാണ് ഡിഫിക്കൽട്ടി ഇൻ എക്സ്പ്രസിങ് ദെയർ ഇമോഷൻസ് ഇൻ വേർഡ്സ്. പറഞ്ഞ് മനസ്സിലാക്കാൻ, അവരുടെ ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പുറത്തേക്ക് പറയാനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടാവും ആളുകൾക്ക്. അതെങ്ങനെയാണ് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് അറിയാതെ വരുമ്പോൾ അവർ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. എന്താണ് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ ആ വിഷമം അവർ എക്സ്പ്രസ് ചെയ്യുക കരഞ്ഞുകൊണ്ടായിരിക്കും. പെട്ടെന്ന് കരയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു വീക്ക്നെസ് ഒന്നുമല്ല. അത് നമ്മുടെ ഇമോഷണൽ റെഗുലേഷനുള്ള ഒരു ടൂള് മാത്രമാണ്. നിങ്ങളുടെ വിഷമങ്ങളെ പുറത്തേക്ക് കളയാനുള്ള ഒരു വഴിയാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ഫ്രീ ആയിട്ട്, മനസ്സ് ലഘുവായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതായിരിക്കുകയില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ ടെൻഷൻ റിലീസ് ആവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നിങ്ങളുടെ ഹെൽത്തിന് വളരെയധികം നല്ലൊരു കാര്യമാണ്. വികാരങ്ങൾ പുറത്തു വിടാതെ മനസ്സിൽ തന്നെ പിടിച്ചു വെക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതൊക്കെ നമ്മളെ മാനസികമായും ശാരീരികമായും വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കരയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ്സായി കാണേണ്ടതില്ല. നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു ടെക്നിക്കാണത്.